നെക്സ്റ്റ് നമ്മളൊരു സംഖ്യയുടെ ക്യൂബ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റും കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ നെയിം ഫൈൻഡ് ക്യൂബ് എന്നാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ പാരാമീറ്റേഴ്സ് ഒരു ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ പാരാമീറ്ററായി കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഞാനിവിടെ ഇൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമുക്കറിയാം ഒരു സംഖ്യയുടെ ക്യൂബ് എന്ന് പറയുന്നത് ആ സംഖ്യയെ 3 തവണ അതിനോട് കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് അതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നം എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബ് എന്ന് പറയുന്നത് നം ഇൻറ്റു നം എന്നായിരിക്കും. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2 × 2 × 2, അതായത് 2 × 2 4, 4 × 2 8 എന്നായിരിക്കും. സോ നമുക്കിവിടെ ഇൻറ്റ് റിസൾട്ട് നം എന്ന് കൊടുത്തു. ശേഷം നമ്മൾ റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുത്തു. സോ നമ്മൾ ഇവിടെ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഫൈൻഡ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, കാരണം ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ ആണ്. ശേഷം നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ വന്ന് ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് %d, നമ്മുടെ ഫംഗ്ഷൻ നെയിം ഫൈൻഡ് ക്യൂബ്. നമ്മുടെ വാല്യൂ പാസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ റിസൾട്ട് 2 × 2 × 2, അതായത് 8 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ 8 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ ലഭിച്ചതായി കാണാം. സോ ഞാനിവിടെ 9 ആണ് കൊടുക്കുന്നതെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ 9ൻ്റെ ക്യൂബായ 729 നമുക്കിവിടെ ലഭിക്കും. അതുപോലെ ഞാനിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3ൻ്റെ ക്യൂബായ 27 നമുക്കിവിടെ ലഭിക്കും. 27 ലഭിക്കും. ഇനി ഞാനിത് ഒരു യൂസർ ഇൻപുട്ട് വഴി നമുക്കിത് കൺട്രോൾ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റ് നമ്പർ. ശേഷം പ്രിൻ്റ് ഓഫ് എൻ്റർ എ നമ്പർ ടു ഫൈൻഡ് ക്യൂബ്. ഓക്കെ, നമ്മളോട് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ക്യൂബ് കാണേണ്ട നമ്പർ സ്കാനഫ് ഉപയോഗിച്ച് നമ്മളത് %t, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ വേരിയബിളിൻ്റെ നെയിം മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് എൻ്റർ എ നമ്പർ എന്ന് ചോദിക്കും. സോ ഞാനിവിടെ 2 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്യുന്നു. സോ 2ൻ്റെ ക്യൂബായ 8 എന്ന് പറയുന്ന ആൻസർ ഇവിടെ ലഭിക്കുന്നു. സോ നമുക്ക് ഒന്നുകൂടി ആൻസർ ഈസ് എന്ന് കൊടുക്കാം. സോ നമ്മളൊന്ന് റൺ ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ 3 എൻ്റർ ചെയ്യുന്നു. സോ നമ്മളിവിടെ ആൻസർ ഈസ് 27, അതായത് 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഞാനിവിടെ റൺ ചെയ്യുന്നു. ഞാൻ 100 എന്ന് കൊടുക്കുന്നു. 100ൻ്റെ ക്യൂബ് 1 lakh ആണ്. സോ നമുക്കിവിടെ ആൻസർ ഈസ് 1 lakh എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പും അതുപോലെ ആർഗ്യുമെൻറ്റും കൊടുത്ത് ചെയ്യാവുന്നതാണ്.